So guys, rest in peace for Oxygen OS and Realme UI because ഇനിയും അടുത്ത അപ്ഡേറ്റിലോട്ട് നിങ്ങൾക്ക് ഓക്സിജൻ OSഉം റിയൽമി യുഐയും കാണാൻ കിട്ടില്ല. നമ്മളുടെ ഇനിയും തൊട്ട് വരാൻ പോകുന്നത് കളർ OS ആണ്. നിങ്ങളുടെ OnePlus ഡിവൈസിനകത്തും റിയൽമി ഡിവൈസിനകത്തും നമുക്ക് കളർ OS ആണ് ഇനി തൊട്ട് കിട്ടാൻ പോകുന്നത്. സോ RIP ഓക്സിജൻ OS ആൻഡ് റിയൽമി UI. ഓക്സിജൻ OSനെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് സോഫ്റ്റ്വെയർ, ഒരു വിത്തൗട്ട് ഇനി ബ്ലോഡ്വെയർ ആൻഡ് ആഡ്സ് ഒരു രക്ഷയില്ലാത്ത സ്മൂത്ത് ഫീൽ വരുന്നൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു ഓക്സിജൻ OS. അതിനിയും കാണത്തില്ല. ഇനിയും ആഡ് വെച്ചുകൊണ്ടുള്ള ഓക്സിജൻ OS ആണ് കാണാൻ പോകുന്നത്. മീൻസ് കളർ OS. ഈ കളർ OSഉം ഓക്സിജൻ OS ഒരുമാതിരി എല്ലാം സെയിം പോലെ തന്നെയാണ്. കളർ OSനകത്ത് ആഡ് ഉണ്ട്, ബ്ലോഡ്വെയർ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്സിജൻ OSനകത്ത് അതൊന്നും ഇല്ല. അതിനകത്ത് ആഡ് കളയുന്നത് എങ്ങനെയായിരിക്കുന്നല്ലേ, അത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് പോയി കണ്ടോ. ലിങ്ക് റീലിനകത്ത് കിടപ്പുണ്ട്, അത് പോയി കണ്ടോ. അപ്പോൾ ഈ സംഭവം എനിക്ക് ഭയങ്കര പ്രശ്നം തോന്നിയൊരു കാര്യമാണ്. ഈ സംഭവം അവരിങ്ങനെ ഒരു വൃത്തിയായിട്ട പരിപാടി കാണിക്കാൻ പാടില്ലായിരുന്നു. ഓക്സിജൻ OSനെ കൊണ്ട് കളഞ്ഞിട്ട് അഥവാ ഒരു ഓക്സിജൻ OS റിയൽമിക്കകത്തും ഓപ്പോയ്ക്കകത്തും വരുന്നെങ്കിൽ അത് പിന്നെയും പ്രശ്നം. ബട്ട് കളർ OS ആണ് വന്നത്. കളർ OSനെ അത്ര മോശമായിട്ട് പറയുന്നില്ല. ബ്ലോഡ്വെയർ ആൻഡ് ആഡ്സ് കാണും, നിങ്ങളത് ഫേസ് ചെയ്യേണ്ടി വരും. തൊട്ട് ആ ഒരൊറ്റ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ വെച്ച് ഒരു സോഫ്റ്റ്വെയറിന് ഒരു പ്രശ്നമില്ല. പോളി സോഫ്റ്റ്വെയർ ആണ്, സിമിലർ ടു ഓക്സിജൻ OS ആണ്. സോ റിയൽമി UI ഏകദേശം സിമിലർ ആണ്. സോ എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ പറയില്ല, അത് മനസ്സിലായല്ലോ. ഇനിയും അടുത്ത അപ്ഡേറ്റ് ചെയ്യുമ്പം കളർ ഓക്സിജൻ OS പോയെന്ന് പറഞ്ഞിട്ട് കിടന്ന് വെള്ളം വെക്കണ്ട, കളർ OS ആയിരിക്കും.